ചില പുസ്തകങ്ങളുണ്ടല്ലോ, അത് എത്ര വായിച്ചു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തട്ടി നിൽക്കും. അങ്ങനെ ഒരു പുസ്തകങ്ങളിൽ ഒന്നാണ് നിമ്ന വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകം. ഈ പുസ്തകത്തിന്റെ പേര് കണ്ടപ്പോൾ ജീവിതത്തിൽ തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് പോകുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആശ്വാസമായിരിക്കാം എന്ന പ്രതീക്ഷയിലാണ് വായിച്ചു തുടങ്ങിയത്. പക്ഷേ അക്കാര്യത്തിൽ ന്യൂ ജനറേഷൻ ട്രെൻഡ് റൈറ്ററായി മാറിയ നിമ്ന വിജയ് ഒട്ടും നിരാശപ്പെടുത്തിയില്ല. മനുഷ്യന്റെ ഏറ്റവും ക്വാളിറ്റികളിൽ ഒന്നാണ് ഏത് സിറ്റുവേഷനിലും സ്വയം ആശ്വസിപ്പിക്കുവാനും അതിൽ നിന്ന് മറികടന്ന് മുന്നോട്ട് പോകുവാനും സാധിക്കുക എന്നത്. നിമ്ന വിജയ് ഈ ഒരു കാര്യത്തെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിഥി എന്ന 20കളുടെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി, ആരെയും സ്നേഹിക്കാൻ കഴിയാത്ത, ഒന്നിലും സംതൃപ്തിപ്പെടാൻ കഴിയാത്ത ഒരു പെൺകുട്ടി. അവളുടെ ഇഷ്ടങ്ങളിൽ ഒന്നായിരുന്നു ഡയറി എഴുതുക എന്നത്. പക്ഷേ അത് സാധാരണ ഒരു ഡയറി ആയിരുന്നില്ല. അതിലവൾ താൻ ഇതുവരെയും കണ്ടുമുട്ടാത്ത ഒരാൾക്ക് എഴുതുന്ന കത്തിൻ്റെ രൂപത്തിലാണ് ഓരോ ദിവസത്തെയും ചിന്തകളും അനുഭവങ്ങളും എഴുതിയിരുന്നത്. അങ്ങനെ ആകസ്മികമായി ഡയറി വായിക്കാനിടയായ ഒരു ചെറുപ്പക്കാരനുമായി അവൾ പ്രണയത്തിലാകുന്നു. പിന്നീട് അവർക്കിടയിലുണ്ടാവുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. പ്രണയത്തിലും സൗഹൃദത്തിലും അർപ്പിച്ച വിശ്വാസത്തിൽ തോറ്റുപോകുമ്പോഴും ഒരാൾക്ക് മുന്നോട്ട് നടക്കാൻ പ്രേരകമാകുന്നത് അയാൾ നീക്കിവെച്ച സ്നേഹത്തിന്റെ വെളിച്ചമാണ് എന്ന് അതിഥി ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. ബാംഗ്ലൂർ നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ പുരോഗമിക്കുന്ന ഈ ഒരു നോവൽ ആ നഗരത്തിന്റെ പ്രഭാതങ്ങളും വൈകുന്നേരങ്ങളും തനിമ ചോരാതെ നിമ്ന വിജയ് പോർട്രേ ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ ആണ് എന്ന് പറയാതെ ഈ നോവൽ കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല. തീർച്ചയായും വായനയുടെ ലോകത്തേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു പുസ്തകമാണ് നിമ്ന വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകം. കൂടുതൽ വായനാനുഭവങ്ങളുമായി വീണ്ടും വരാം. സൈനിങ് ഓഫ്, സുമയ്യ.